ഇപ്പം അങ്ങനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. ആ പരിപാടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ, എപ്പോഴും അടിയും പിടിയും വഴക്കും തന്നെ. എന്തെങ്കിലും നമുക്ക് അനുകരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ അനുകരിക്കില്ല. അവിടുത്തെ കണ്ടസ്റ്റൻസും കണക്ക് തന്നെ, എപ്പോഴും അടി വെച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലാണ് അവരെല്ലാം നിൽക്കണം. പക്ഷേ അത് തെറ്റാണ്. നന്നായിട്ട് നിന്നാൽ ആർക്കും അവിടെ വിജയിക്കാം. എനിക്ക് അങ്ങനെ ആരും തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കണമെന്നില്ലല്ലോ. അപ്രതീക്ഷിതമായിട്ടല്ലേ വോട്ടിൻ്റെ എണ്ണവും കൂടുകയും അതിനനുസരിച്ച് ഒരാൾ മുന്നോട്ട് വന്ന് കപ്പടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നത് ജിൻഡോ ചിലപ്പം ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഇപ്പോൾ കോൺവെർസേഷൻ വീട്ടിൽ നടക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ സംസാരിക്കണ പോലെ ആയിരിക്കണമല്ലോ. അതൊന്നും സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും ചില സമയം ടാസ്ക് കൊടുക്കുമ്പോൾ തോന്നാറുണ്ട് സ്ക്രിപ്റ്റഡ് ആണെന്ന്. അതിലും ഭേദം മുമ്പ് കോമഡി സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് കാണാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പരിപാടി വന്നപ്പോൾ കുട്ടികൾ പോലും അടികളൊക്കെയാണ് മിക്കവാറും നടക്കുന്നത്. അതെങ്ങനെ ഒരു കുട്ടി വളർന്നു വരുന്ന കുട്ടി എങ്ങനെ അനുകരിക്കും? അത് അനുകരിക്കുമ്പോൾ തിരിച്ചും അതങ്ങനെയല്ലേ കാണിക്കുള്ളൂ. സൊസൈറ്റിയിൽ കാണിക്കുന്ന ആ ഒരു നമുക്ക് എന്ത് മെസ്സേജ് ആ സൊസൈറ്റിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരു മെസ്സേജും ഇല്ല അതിൽ വലുതായിട്ട്. അടി മാത്രമുണ്ട്.